യെസ്, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നിരിക്കുന്നു. നേരത്തെ പറഞ്ഞതിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ട്. മഞ്ചേശ്വരത്തും കാസർഗോഡും അഴീക്കോട്ടൊന്നും മാറ്റമില്ല. കൂത്തുപറമ്പിലാണ് രണ്ട് വനിതകൾ. ഒന്ന് കൂത്തുപറമ്പിൽ ജയന്തി നടരാജനും ഒപ്പം ജയന്തി രാജൻ കൂത്തുപറമ്പിൽ, ഒപ്പം പേരാമ്പ്രയിലാണ് നിലവിൽ ഫാത്തിമ തഹ്ലിയ പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് അസ്ലം നമ്മോടൊപ്പം ചേരുന്നു. അസ്ലം, നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ചെറിയ മാറ്റങ്ങളൊക്കെയാണ് ഉള്ളത്. രണ്ട് വനിതകൾ, ഒന്ന് ഫാത്തിമ തഹ്ലിയെ പേരാമ്പ്രയിൽ മത്സരിപ്പിക്കുന്നു മുസ്ലിം ലീഗ്, ഒപ്പം ജയന്തി രാജനെ കൂത്തുപറമ്പിലും. 4 യുവാക്കൾ ഇപ്പോൾ നിലവിലെ യൂത്ത് ലീഗ് കമ്മിറ്റിയിൽ നിന്ന് ഫിറോസും ഫൈസൽ ബാബുവും നവാസും അഷ്റഫ് അലിയും. എങ്ങനെ ലിസ്റ്റ് കാണണം? അസ്ലം, നമ്മോടൊപ്പം ചേരുന്നുണ്ട്. യുവാക്കൾ, വനിതകൾ മതിയായ പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ലിസ്റ്റ് വിസ്മയകരമായിരിക്കും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. യുവാക്കൾക്ക്, വനിതകൾക്ക്, എല്ലാ വിഭാഗം ആളുകൾക്കും നല്ല പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് പരിചയസമ്പന്നരായ ആളുകളെ കുറേ പേരെ നിലനിർത്തി കൂടുതൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകിക്കൊണ്ടുള്ള ക്രിയാത്മകമായ ഒരു ലിസ്റ്റാണ് ബഹുമാനപ്പെട്ട തങ്ങളിവിടെ പ്രഖ്യാപിച്ചത്. ചരിത്രത്തിലാദ്യമായി 2 വനിതകളാണ് സീറ്റ്. 2 വനിതകൾ ഞങ്ങളുടെ സീറ്റിൽ ഇടപെടിച്ചിട്ടുണ്ട്. 2 സീറ്റ് കൂടി ഞങ്ങൾ പ്രഖ്യാപിക്കാനുണ്ട്. അതുകൂടി വരുമ്പോൾ കൂടുതൽ ചിത്രം തെളിയും. വിജയസാധ്യത മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാ തെരഞ്ഞെടുപ്പും. ഇതിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ ഉപരി UDF നല്ല വിജയപ്രതീക്ഷയുണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളൊക്കെ വിജയിക്കാൻ സാധ്യതയുള്ളവരും മത്സരിച്ച് വിജയിക്കാൻ ശക്തരായവരുമാണ്. ലീഗിന്റെ ഏറ്റവും കൂടുതൽ MLA ഇത്തവണ കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ പ്രവർത്തനം. ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന് തുടർന്ന് അത് തങ്ങൾ പറഞ്ഞല്ലോ, ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരും, അതുകൊണ്ട് തുടരും. തീർച്ചയായും. അതായത് ഏറെക്കുറെ നമുക്ക് നമ്മൾ അസ്ലം, നമ്മൾ വിചാരിക്കാത്ത ചില മാറ്റങ്ങൾ. കൊണ്ടോട്ടിയിൽ നിന്ന് TV ഇബ്രാഹിം വള്ളിക്കുന്നിലേക്ക് പോകുന്നു. DP അഷ്റഫ് അലിയെ കൊണ്ടോട്ടിയിലേക്ക് പരിഗണിക്കുന്നു. മഞ്ചേരിയിൽ അഡ്വക്കേറ്റ് റഹ്മത്തുള്ള. അങ്ങനെ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ ഒഴിച്ചാൽ 2 വനിതകൾ, 4 നിലവിലെ യൂത്ത് ലീഗ് ഭാരവാഹികൾ. അടക്കം നിരവധി സർപ്രൈസുകളോട് കൂടിയാണ് പട്ടിക കൂടിയാണ്. ഈ പട്ടിക വിസ്മയകരമാണെന്ന് നമ്മൾ പറഞ്ഞു. വനിതകൾ, ഒരുപാട് കുടുംബങ്ങൾ, അതിലേറെ യുവാക്കൾ, അതൊക്കെ കൊണ്ടുവന്ന പട്ടിക. അസ്ലം, കേൾക്കാമോ? വിജയിക്കാൻ വേണ്ടിയാണ്. 2 സീറ്റ് കൂടി പ്രഖ്യാപിക്കാനുണ്ട്. അതുകൂടി വരുമ്പോൾ കൂടുതൽ അത്ഭുതമുണ്ടാവും. ഒറ്റ കാര്യം, ഡോക്ടർ MK മുനീർ ഡോക്ടർ MK മുനീർ മാറി നിൽക്കുകയാണെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും ഡോക്ടർ MK മുനീർ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. താൻ ഇത്തവണ മത്സരിക്കാനില്ല എന്ന കാര്യം പാർട്ടി അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഇത്തവണ സീറ്റ് നൽകാതിരുന്നതോട് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് പക്ഷേ ഏറെക്കുറെ എല്ലാം ശരിയായിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ വനിതകൾ 2 സ്ഥാനാർത്ഥികളുണ്ട്. അതേസമയം അപ്രതീക്ഷിതമായി വന്നതെന്ന് പറയുന്നത് തിരൂരങ്ങാടിയിൽ PMA സമീർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയിൽ അപ്രതീക്ഷിതമായിട്ട് വന്നത് കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം വള്ളിക്കുന്നിലേക്ക് മാറുന്നതെന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മൾ നേരത്തെ നമുക്ക് ലഭിച്ച വിവരങ്ങൾ കൃത്യമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി. ഡോക്ടർ MK മുനീർ ഇത്തവണ മത്സരത്തിൽ വരുന്നില്ല. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന് ആദ്യം മത്സരിച്ച മണ്ഡലമായ മലപ്പുറത്ത് മത്സരിക്കുന്നു. KM ഷാജി വേങ്ങരയിലേക്ക് വരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ യുവനേതാക്കൾക്ക് നിരവധി അവസരം ലഭിച്ചതിന് പറയേണ്ട. MSFന്റെ സംസ്ഥാന പ്രസിഡന്റ്, MSFന്റെ പ്രസിഡന്റുമാർക്ക് നിയമസഭാ സീറ്റ് ലഭിക്കാറില്ല. അതേസമയം MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസിന് ഇപ്പോൾ താനൂർ എന്ന് പറയുന്ന സീറ്റ്, അത് കഴിഞ്ഞ തവണ ലീഗിന് നഷ്ടപ്പെട്ട സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി V അബ്ദുറഹ്മാൻ മന്ത്രിയായിരുന്നപ്പോൾ പിടിച്ചെടുത്ത് ആ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി PK നവാസിനെ നിയോഗിക്കുന്നു. കോഴിക്കോട് സൗത്ത് MK മുനീർ ഒഴിഞ്ഞ കോഴിക്കോട് സൗത്തിൽ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു എന്ന് പറയുന്ന ലീഗിന്റെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് അവസരം ലഭിക്കുന്നു. യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി അഷ്റഫ് അലിക്ക് അവസരം ലഭിക്കുന്നു. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിനെ ഇവിടെ ആഘോഷങ്ങളും മറ്റുമൊക്കെ ചിലർ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഫാത്തിമ തഹ്ലിയയുടെ പേര് നമ്മൾ പല മണ്ഡലങ്ങളിൽ കേട്ടു. ഏറ്റവും ഒടുക്കം കുന്നമംഗലത്തും കോഴിക്കോട് സൗത്തിലുമൊക്കെ. എന്തുകൊണ്ടാണ് തഹ്ലിയെ പേരാമ്പ്രയിലേക്ക് പരിഗണിച്ചത് അസ്ലാം?
അതായത് വിജയസാധ്യം മുൻനിർത്തിക്കൊണ്ടാണ് സീറ്റുകൾ കുന്നമംഗലത്ത് അത്തരമൊരു സ്ഥാനാർത്ഥി വനിതാ സ്ഥാനാർത്ഥിയോട് എത്രത്തോളം അവിടെ പിന്തുണ ലഭിക്കുമെന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് കുന്നമംഗലത്തിന് മാറുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കോഴിക്കോട് സൗത്തിൽ ഫൈസൽ ബാബു എന്ന് പറയുന്ന ആൾ നിയോഗിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പേരാമ്പ്ര വിജയസാധ്യതയുള്ളൊരു മണ്ഡലം തന്നെയാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു യുവ നേതാവ് വനിതാ നേതാവ് പരീക്ഷിക്കുകയാണെങ്കിൽ ഒരു വിഷയത്തോടെ വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നതൊക്കെ. ലീഗ് പ്രവർത്തകരെ കുറിച്ച് ആവേശങ്ങളിൽ കൂടി പോകാൻ തോന്നുന്നു. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേൾക്കുന്നതിന് വേണ്ടി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ വീട്ടിലേക്ക് ഒരു നിരവധി യൂത്ത് പ്രവർത്തകർ ലീഗ് പ്രവർത്തകർ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അവരുടെ ആവശ്യങ്ങളിലൂടെ നമുക്ക് ഒന്ന് കാണാൻ വലിയൊരു